അപ്പൊ നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് വാനിലയും പിന്നെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടെങ്കിൽ 2 ലിറ്ററിന്റെ നമുക്ക് പോവാം. വാ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ പോകണം കേട്ടോ. സ്കൂളിൽ കൂട്ടിയിട്ട് ചേച്ചിയും പിള്ളേരും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾ മഴയും കാര്യങ്ങളും കാരണം പോകാൻ പറ്റാണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നെടുപുഴിയാണ് സ്ഥലം. അപ്പോൾ അമ്മയുടെ വീട് വരുന്നത് വടൂക്കരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ കേസ് എന്തിട്ടാണെന്ന് വെച്ചാൽ ഇത് പരസ്യം കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടാണെങ്കിൽ ഈ അടുത്തുള്ള ആൾക്കാർക്ക് മേടിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് എന്തിട്ടാക്കുമ്പോൾ വേനില്ല പിസ്ത 2 ലിറ്ററിൻ്റെ പിസ്തയാണ്. അപ്പോൾ അത് 300 റുപ്യ. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഓഫർ ഉണ്ട് കേട്ടോ. ഓഫർ 1/2 ലിറ്ററിൻ്റെ ഇതെന്തിട്ടാ 1/2 ലിറ്ററിൻ്റെ വാനിലയും നമുക്ക് ഫ്രീ കിട്ടിയിട്ടാ. ഓഫറാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഒരു കോൺ കിട്ടാ. അപ്പോൾ 3 കൂടി നമ്മൾ അവർക്ക് കൊടുക്കാൻ, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മൊത്തം വന്നത് 325 രൂപ. അപ്പോൾ ഈ സ്ഥലം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെങ്ങണിശ്ശേരിയിലാണ് ഈ കടയുടെ സ്ഥലം വരുന്നത് കേട്ടോ. ഇത് പരസ്യമൊന്നുമല്ല. നിങ്ങൾ ഈ അടുത്ത പുറത്തുള്ളവർ അറിയാത്തവർ വല്ലവരും ഉണ്ടെങ്കിൽ മേടിക്കുക. അപ്പോൾ ഇതിന് വരുന്നത് 300, അത് ഫ്രീയും പിന്നെ മറ്റേതും കിട്ടിയിട്ടാ. പിന്നെ 200 രൂപയൊക്കെ വേറെ ഫ്ലേവറുകളൊക്കെ ഉണ്ടല്ലോ. പൊടി ഏതൊക്കെ ഫ്ലേവർ വേറെ? ചോക്ലേറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, വാനില ഉണ്ട്, പിസ്ത ഉണ്ട്, ചക്ക ഉണ്ട്, മാങ്ങ പിന്നെ മിക്സഡ് ഇട്ടാ. അപ്പോൾ പലതിനും പല വിലയാണ്. ഇത് 300 2 ലിറ്ററിന്. പിന്നെ 200ൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. പിസ്ത ഏതാ വാനിലൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചു, നിങ്ങൾ 4 പേരുള്ളൂ, നിങ്ങൾക്ക് ബന്ധുക്കളൊന്നും ഇല്ലയെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പോകാൻ പറ്റാത്ത കുറേ അവസ്ഥകളായ കാരണം അപ്പം നമ്മൾ പോവാണ്. അപ്പം അമ്മയും ചേച്ചിയൊക്കെ കാണിക്കാം, ചേച്ചീനെയൊക്കെ കാണാട്ടാ, പിള്ളേരിനൊക്കെ കാണാം. ഹസ്ബൻഡ് ഗൾഫിലാണ് കേട്ടാ. അപ്പം നമുക്ക് അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇട്ടെന്ന്. അപ്പം എല്ലാവരും ഒന്ന് അപ്പം നമ്മുടെ ഫാമിലിയിലേക്കാണ് പോണ കേട്ടാ. അപ്പം ഞങ്ങൾ അച്ഛമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അച്ഛമ്മയുടെ വീട്ടിലാണ്. നമ്മൾ വീടെത്തിയിട്ടുണ്ട്. വണ്ടി അങ്ങോട്ട് പോവും, പക്ഷെ ഇത്തിരി ചെറിയ കുഴി പോലെയാണ് കേട്ടാ. വഴുക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ പൊടിമോളാണ് ആദ്യം മുമ്പിൽ അടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മേരെ വീട് കേട്ടാ. ചെറിയൊരു കുഴിയിലാണ് കേട്ടാ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ലൈവിൽ പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ അമ്മേരെ വീട്ടിൽ കുറച്ച് ചൂണ്ടൽ, മിഷ്യൻ ചൂണ്ടലുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് തള്ളാന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടാ. മീനൊക്കെ കാണിച്ചു തരാം. അമ്മയേ ചെല്ലി. ഇപ്പം ഇതന്നെ വീട്. കുറച്ച് കുമ്പിട്ടിട്ടൊക്കെ പോകണം. ആരുമില്ല ഇവിടെ. ഓമനേച്ചേ അതേരിക്കണം ഇവിടെ തള്ളപ്പിടി. നിങ്ങളെല്ലാവരും വീഡിയോയിൽ ചോദിക്കരുത് കണ്ണന അമ്മിയില്ലേ അച്ഛല്ലേ എന്നൊക്കെ. ഇത് കേട്ടോ നമ്മുടെ മമ്മി ഓമന. ഇനി വെളിച്ചത്ത് വന്നിരിക്കണ്ടേ, കാട്ടാ എല്ലാവരും ഒന്ന്. അപ്പം അത് നമ്മുടെ മമ്മി കണ്ടില്ല എല്ലാവരും. ഇത് നമ്മുടെ മമ്മി. ഇത് നമ്മുടെ ചേച്ചി പ്രിയമോള്, ചേച്ചിയുടെ മക്കള് അമ്മൂട്ടാ. അമ്മൂട്ടി അപ്പു കുട്ടേ വാടാ. അവന് നാണാട്ട വീഡിയോയില് വരെ. ഇതാണ് അപ്പൂട്ട. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ചൂണ്ടലിന്റെ കേസത്തെ ഇവിടെ ഉണ്ട് കേട്ടാ. കുറെ ചൂണ്ടലുണ്ട് കണ്ടാ. ഞാൻ പറഞ്ഞപ്പോ കുറെ പേര് തള്ളാന്ന് വിചാരിച്ചു. പിന്നെ മീൻ ഉണ്ട് ഇവിടെ, കുറേ മീൻ ഉണ്ട് കേട്ടാ. കട്ട്ലയൊക്കെ ഉണ്ട്. കട്ട്ലല്ല, വാള. വഴക്കിൽ നോക്കുന്നുണ്ട് കണ്ടാ. ഇതിൽ എന്താ പറയുക, മറ്റേ ഗിൽറ്റി വാളയാണ്, ആസാം വാള എന്ന് പറഞ്ഞ മീൻ. ഒരു 5 കിലോ ചുരുങ്ങിയതുണ്ടാവും കേട്ടോ ഒരെണ്ണത്തിൻ്റെ തൂക്കം. അതുപോലെ ഒരു 10-25 എണ്ണം ഉണ്ടാവും. ഇതേ കണ്ടാൽ നമുക്ക് കാണാൻ പറ്റും തോന്നുന്നു, മറയണത്. ഇതിലുണ്ട്, വാളയുണ്ട്. ഇപ്പം എന്തായാലും ഒരു 10-100 മീൻ എന്തായാലും ഉണ്ടാവും. തപ്പന് മീൻ ഭ്രാന്താ. അതേ കണ്ട കഡൊക്കെ കണ്ട. കഡൊക്കെ എന്താ വലിപ്പന്നറിയോ? അതേ വാള വന്ന് പോയിട്ടാ. ഇതാ കണ്ട, അതേ പൊന്തി വരുന്നു വാള. അപ്പന് മീൻ പിടിക്കാൻ ഇഷ്ടമല്ലേ, ഇതിന് പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചീത്ത പറയും. ഒരു സൂക്ഷിച്ച് നോക്കിയതിനെ കാണാട്ടാ. അപ്പോൾ അതാണ് നമ്മുടെ അമ്മേരെ വീട് കേട്ടാ. വടൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്തന്നെ കേട്ടോ. ലൈവില വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞിരുന്നു എൻ്റെ അമ്മേരെ അവിടെ കുറേ ചൂണ്ടലുണ്ടെന്ന് കേട്ടോ. അപ്പോൾ കുറേ പേര് തള്ളാന്ന് വിചാരിച്ചു.
ഒരു 10-15 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആള് 2 കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം, എണ്ണി കാണിച്ചു തരാം. 1 2 3 4 5 6 7 8 9 10 11 12 13 പിന്നെ ഇതിവിടെ ഇരിക്കുന്നുണ്ട് 14 15. ഇത് ഈ കാണുന്നതൊക്കെ ചൂണ്ടൽ സെറ്റപ്പ് ആണ് കേട്ടോ. 15 ഇപ്പം ഉണ്ട്. അപ്പം ഒരു 3 കൊണ്ടുവരാം. പിന്നെ ഇതേ കണ്ട വേണ്ട, ഇതൊരു ചൂണ്ടൽ ഇട്ടാ അതെ കണ്ട ഇതൊരു. അപ്പോൾ 16 ഓൾറെഡി 16 നിങ്ങൾ കണ്ടില്ലേ. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് തള്ളാണ്. 15 ചൂണ്ടിൽ 14 ചൂണ്ടിൽ. ഞാൻ 20 അങ്ങോട്ട് പറഞ്ഞത്. ഇനിയുണ്ട്, സാധനം ഉണ്ട് കേട്ടാ. പിന്നെ ഇത് കംപ്ലീറ്റ് അതിൻ്റെ എന്താ പറയുക ചൂണ്ടലിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പാണ്. മീൻപിടുത്തക്കാരുടെ വീട്ടിൽ ചോറിനാൻ വന്ന ഇതാണ് അവസ്ഥ കേട്ടാ. കടു, കരിപ്പിടി, കട്ട്ള, കായുപ്പേരി, പിന്നെ പപ്പടം, പിന്നെ ചിക്കൻ. അടുപ്പത്ത് ചിക്കൻ എല്ലാ പരിപാടിയും കേട്ടോ. വായോ മതി ഇനി എന്നിട്ടാ ഇതന്നെ എങ്ങനെ തിന്ന് കഴിയാന്ന് ആലോചിച്ചിട്ടേക്കണേ. അപ്പം ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇത് അവിടെ പോയിട്ട് ചാടി മറിയുന്നുണ്ട് കേട്ടോ. പൊടിമോളും അപ്പൊക്കെ അമ്മൂസൊക്കെ. അപ്പം പൊന്നൂസ് ഇതേ ഭക്ഷണം കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം ഇതാണ് അവിടുത്തെ സ്പെഷ്യല്. ചിക്കൻ എടുത്തില്ലേ? അപ്പം നീ മീൻ എടുത്തില്ലേ? ചിക്കൻ വേണ്ടത് എന്നും കഴിച്ച് വല്ല അസുഖം വരും. ചെറിയൊരു വീഡിയോ ഇവിടെ ഫാമിലീനൊക്കെ പരിചയപ്പെടുത്തേണ്ട ഒരു വീഡിയോ. ഇതാണ് അപ്പു. അപ്പു ഒരു നാടാ. അപ്പൊ പൊടിമോളും പറയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ എല്ലാവരും വീഡിയോ തുടർച്ചയായിരുന്നു കാണണം. അപ്പൊ എല്ലാവർക്കും താറ്റാ, എല്ലാവർക്കും ശുഭദിനം. നാടക്കാരെ